തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വളരെ സോഫ്റ്റ് സ്പോക്കണായി അഭിനയിച്ചുകൊണ്ടിരുന്ന ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അവരുടെ റിയൽ അഗ്രസീവ് ക്യാരക്ടർ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അന്ന് 2021 MG കണ്ണൻ ഒഴുക്കിയ ആ കണ്ണുനീര് ഇന്ന് CV ശാന്തകുമാർ അലമുറ ഇട്ടുകൊണ്ട് എന്റെ പേരിൽ അത്തരത്തിലൊരു കേസുമില്ല എന്ന് വിളിച്ചു പറഞ്ഞ ആ കരച്ചിൽ അത് അടൂര് കേൾക്കും. ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ ചില മാധ്യമപ്രവർത്തകർക്കൊക്കെ ആ വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകൾക്കായിട്ട് തരികയും ചെയ്യാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എന്തായാലും ദയനീയമായി പരാജയപ്പെടും എന്ന് ബോധ്യമുള്ള ബി ജെ പിയുടെ പ്രവർത്തകർ പാലക്കാടിന്റെ വിവിധ ഭാഗങ്ങളിൽ പണമൊഴുക്കിയിട്ട് എങ്ങനെയെങ്കിലും ജയിക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പലയിടത്തായിട്ട് പല വോട്ടർമാരും നമ്മളോടൊക്കെ വിളിച്ചു പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ജനപ്രതിനിധി എന്ന നിലയിൽ. പക്ഷേ ഇന്ന് കണ്ട ഏറ്റവും ജനാധിപത്യത്തിന്റെ വിരുദ്ധമായ കാഴ്ച എന്ന് പറയുന്നത് പാലക്കാട്ടെ BJPയുടെ സ്ഥാനാർത്ഥി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അവർ ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ഭാഗമായി വിവിധ ഭവനങ്ങൾ സന്ദർശിക്കുകയാണ്. അവർ പോകുന്ന വീടുകളിലെല്ലാം അവരുടെ വാഹനത്തിൽ ഒപ്പം പോകുന്ന അവരുടെ ഏറ്റവും വിശ്വസ്തയായ സഹായിയായ സഹപ്രവർത്തക ഇവർ പോയതിന്റെ തൊട്ടു പിന്നാലെ ഈ വീടുകളിൽ പണം കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്നിപ്പോ പാലക്കാട് കണ്ണാടിയില് തെരുവക്കുറിശ്ശിയില് ഇങ്ങനെ പണം ശ്രീമതി ശോഭാ സുരേന്ദ്രനോടൊപ്പം പോയ ആളുകൾ വിതരണം ചെയ്യുന്നത് കണ്ട് അവരുടെ പിന്നാലെ പോയി ചോദ്യം ചെയ്യാൻ ശ്രമിച്ച് ആ ദൃശ്യങ്ങൾ പകർത്തിയ ശ്രീമതി ശോഭാ സുരേന്ദ്രന്റെ മകന്റെ പ്രായമുള്ള ഒരു കുട്ടിയോട് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് നിന്റെ മുഖം അടിച്ചു പൊളിക്കുമെന്നാണ്. ആ വിഷ്വൽസും തരാം. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വളരെ സോഫ്റ്റ് സ്പോക്കണായി അഭിനയിച്ചുകൊണ്ടിരുന്ന ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അവരുടെ റിയൽ അഗ്രസീവ് ക്യാരക്ടർ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു കള്ളം പിടികൂടിയ ആളോട് മുഖം അടിച്ചു പൊളിക്കുമെന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപ് നിൽക്കുന്ന സാഹചര്യത്തെ പാലക്കാട് വളരെ ഗൌരവത്തോടുകൂടി തന്നെ കാണും. പാലക്കാടിന്റെ മണ്ണിന്റെ പ്രത്യേകത മതേതരത്വത്തിന് വല്ലാതെ പ്രാധാന്യം കൊടുക്കുന്നൊരു മണ്ണാണ്. പണക്കൊഴുപ്പ് കൊണ്ടോ കോടികൾ മറിച്ചാലോ പാലക്കാട്ട് ആ മതേതര മൂല്യം ഉള്ള മനുഷ്യന്മാരുടെ മനസ്സിനെ പർച്ചേസ് ചെയ്യാൻ കഴിയില്ല. പാലക്കാട്ടൊന്ന് വോട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയില്ല. കൊടുക്കുന്ന പണം അത്രയും വേസ്റ്റ് ആവുകയുള്ളൂ. പിന്നെ ആർക്കെങ്കിലും അതുകൊണ്ട് പ്രയോജനം കിട്ടുകയാണെങ്കിൽ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും പാലക്കാട് മതേതര ചേരിക്ക് ജയിക്കാൻ കഴിയൂ. അവിടെ ഈ വർഗീയതയ്ക്ക് പണം മുടക്കിയാലും വർഗീയത ജയിക്കില്ല എന്ന് BJPയുടെ സ്ഥാനാർത്ഥി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. പാലക്കാട്ടെ കണ്ണാടിയിൽ മാത്രമല്ല പിരായിരിയിലും സമീപ പ്രദേശങ്ങളിലും ഒക്കെ ഒരുപാടിടങ്ങളിൽ ഈ പറയുന്ന പണം നൽകിയുള്ള വോട്ട് പിടിക്കലും കിറ്റ് നൽകിയുള്ള വോട്ട് പിടിക്കലും ഈ പറയുന്ന സാരി നൽകിയുള്ള വോട്ട് പിടിക്കലും ഒക്കെ നടന്നിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങളാണ് രാഹുൽ മാങ്കൂട്ടം പങ്കുവെക്കുന്നത്. എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ പങ്കുവെച്ച രാഹുൽ മാങ്കൂട്ടം തന്നെ പുറത്തേക്ക് വിട്ട ആ ഒരു ദൃശ്യം മാത്രമല്ല, ആ ഒരു ഇൻസിഡന്റ് മാത്രമല്ല, അനേകായിരം ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിലെ തോൽവി ഉറപ്പിച്ച ശോഭാ സുരേന്ദ്രൻ സംഘ് പരിവാർ കേന്ദ്രങ്ങള് എങ്ങനെയെങ്കിലും വിജയിച്ച് കയറാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഖാക്കളോടും സംഘികളോടും CJPയോടും ഒരു കാര്യം പറയാനുള്ളത്, എടോ നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ പാലക്കാടിന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ് പറയാനുള്ളത്. നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു പാലക്കാടിന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയെ. പാലക്കാടിന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയെ പണം കൊടുത്ത് വാങ്ങാൻ കഴിയില്ല. മറ്റൊരു സഖ്യമുണ്ടാക്കിയിട്ടും അങ്ങനെയും വാങ്ങാൻ കഴിയില്ല. പാലക്കാട് രമേശ് പിഷാരടി വിജയിക്കും, പാലക്കാട് വിജയിക്കും. അത് പാലക്കാടിന്റെ ഉറപ്പാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കൊരു തർക്കവും വേണ്ട. പിന്നെ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം എത്ര തെരഞ്ഞെടുപ്പുകളിലായി ആ സ്ത്രീ മത്സരിക്കുന്നു. സ്ത്രീ എന്നൊന്നും പറയാൻ പറ്റൂല കേട്ടോ. സ്ത്രീ വേഷമണിഞ്ഞ ഭൂലോക ഫ്രോഡാണിത്. അപ്പോൾ ആ ഫ്രോഡ് കുറെ കാലമായി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നു. ഇന്നീ നിമിഷം വരെ എവിടെയും ഒരു വിജയവും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ വന്നു നിൽക്കുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ചിരിയും കളിയും ക്ഷമയും ഒക്കെയുള്ള ആളായി വന്നു നിന്നാലും ഏതെങ്കിലും ഒരു ഈ കള്ളം പിടിക്കപ്പെടുമ്പോഴാണ് ഇത്രയധികം പ്രകോപിതരാകുന്നത്, അല്ലേ? ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ അവിടെ ആ
വീഡിയോ ചിത്രീകരിച്ച് പണം കൊടുക്കുന്നതിൻ്റെ വീഡിയോ ചിത്രീകരിച്ച UDF പ്രവർത്തകരോട് കയർത്തു, ദേഷ്യപ്പെട്ടു, അവരെ മർദ്ദിക്കാൻ പോയി, അവരുടെ മൊബൈൽ ഫോൺ പിടിച്ചു പറിക്കാൻ പോയി. ഇതൊക്കെ കഴിഞ്ഞിട്ട് മാധ്യമപ്രവർത്തകരുടെ മുന്നിലും ആകെ ഷോ കാണിച്ചു. മാധ്യമപ്രവർത്തകർ വളഞ്ഞിട്ട് തീർത്തു ശോഭാ സുരേന്ദ്രനെ. എന്താണെങ്കിലും ശോഭാ സുരേന്ദ്രന്റെ അഹങ്കാരം ഇതോടുകൂടി അവസാനിക്കും. സംഘപരിവാറിനും ഒരു ബോധമുണ്ട്, അല്ലെങ്കിൽ അവരൊരു തെറ്റിദ്ധാരണയുണ്ട്, പണമെറിഞ്ഞാൽ എന്തും ഇങ്ങ് പോരുമെന്നുള്ളത്. നിങ്ങളുടെ ആ അഹങ്കാരവും ആ ധാർഷ്ട്യവും ഈ തെരഞ്ഞെടുപ്പ് മെയ് 4 കൂടി നിങ്ങളുടെ അവസാനിക്കും. എന്താണെങ്കിലും നാളെ വിധി എഴുതുമല്ലോ. ഒന്ന് കാണണം, ശോഭാ സുരേന്ദ്രൻ പാലക്കാട്ട് നിന്ന് വിജയിക്കില്ല. ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മെയ് 4 നമ്മൾ ആഘോഷിക്കുന്ന കൂട്ടത്തില് ശോഭാ സുരേന്ദ്രന്റെ പരാജയം അത് സെപ്പറേറ്റ് നമ്മൾ ആഘോഷിക്കും. ശോഭാ സുരേന്ദ്രന്റെ പരാജയം അത് നമ്മൾ സെപ്പറേറ്റ് ആഘോഷിക്കും. എന്താണെങ്കിലും സംഘപരിവാറുകാരാ, നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത് പാലക്കാടിനെയാണ്. ഒരു കാര്യം ഉറപ്പാ, രമേശ് പിഷാരടിയുടെ പാലക്കാട്ടേക്കുള്ള കടന്നുവരവോടുകൂടി സംഘപരിവാറുകാര് ആകെ പരിഭ്രാന്തരായിരിക്കുകയാണ്. എല്ലായിടത്തും ഈ തൂറിയപ്പോ തീട്ടം കൊണ്ട് ആറാട്ട് എന്ന് പറഞ്ഞതുപോലെ അങ്ങ് ബെരകാണ് കിടന്നിട്ട്. എന്ത് ചെയ്യാനാ? പരാജയം മുന്നിൽ ഇങ്ങനെ കാണുമ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എങ്ങനെ 4 വോട്ടുണ്ടാക്കണം എന്നുള്ള ചിന്ത മാത്ര. അങ്ങനെയാണ് സാരിയിലേക്ക് പോയത്, അങ്ങനെയാണ് കിറ്റ് കൊടുക്കാൻ തുടങ്ങിയത്, അങ്ങനെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഈ ദിവസം ഈ പറയുന്ന പണം വിതരണത്തിനും ഇറങ്ങിത്തിരിച്ചത്. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ 5000 അല്ല 10000 അല്ല എത്രയൊക്കെ കൊടുത്താലും ഈ രാഷ്ട്രീയ ബോധത്തെ നിങ്ങൾക്ക് വിലക്ക് വാങ്ങാൻ കഴിയില്ല. 1 or 2 ആളൊക്കെ ചിലപ്പോൾ അതിൽ വീണെന്ന് കരുതാം. അതിനപ്പുറത്തേക്ക് പാലക്കാടിൻ്റെ ജനം നിങ്ങളെ പുറങ്കാല് കൊണ്ട് ചവിട്ടി തെറിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അത്ര വലിയ രാഹുൽ പറഞ്ഞതുപോലെ അത്ര വലിയ ഒരു സൗമ്യ സ്വഭാവത്തിൻ്റെ ഉടമയൊന്നുമല്ല ഈ ശോഭാ സുരേന്ദ്രൻ ഭൂലോക ഫ്രോഡാണ്. ഭൂലോക ഫ്രോഡ് എന്ന് പറഞ്ഞാൽ അധികാരം നിലനിർത്താനും പണത്തിനും വേണ്ടി എന്ത് ചെറ്റത്തരവും ചെയ്യാൻ മടിക്കാത്ത ഭൂലോക ഫ്രോഡാണ് ഈ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത്. അതാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. കാരണം ശോഭാ സുരേന്ദ്രൻ ഒരു കാര്യം അറിയാം, നേരായ വഴിയിലൂടെ പോയിട്ട് 4 ആളുകളെ കണ്ട് ചിരിച്ച് കൈ കൊടുത്ത് ഹസ്തദാനം നടത്തി വോട്ട് ചെയ്യണേ എന്ന് അഭ്യർത്ഥിച്ചാലൊന്നും ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല എന്നറിയാം. പിന്നെ എന്താ, എങ്ങനെയെങ്കിലും സ്വാധീനിക്കണം. അതിന് ചില സാരികൾ കൊടുക്കുക, അതൊക്കെ ഈ പറയുന്ന, അല്ലെങ്കിൽ പണം കൊടുക്കുക, കിറ്റ് കൊടുക്കുക, ഇതൊക്കെ കൊടുത്തിട്ട് ഇത് കിട്ടിയാൽ അങ്ങ് മയങ്ങുമെന്ന് കരുതി ഈ സംഘപരിവാറുകാരാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് UP-യോ ബീഹാറോ ഗുജറാത്തോ മഹാരാഷ്ട്രയോ ഒന്നുമല്ല, ഇത് കേരളമാ. അതിലും തന്നെ മികച്ചു നിൽക്കുന്ന പാലക്കാട് ആരാ പറഞ്ഞു? ഇപ്പം ഞാൻ മാധ്യമങ്ങൾ ഇങ്ങനെ കാണുകയാണ്, ഇവരുടെ BJP-യുടെ A ക്ലാസ് മണ്ഡലം. എന്ത് A ക്ലാസ് മണ്ഡലം? മാങ്ങാത്തൊലിയ. ഏതർത്ഥത്തിലാ A ക്ലാസ് മണ്ഡലമാകുന്നത്? 11840 വോട്ടിനാ രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ പ്രാവശ്യം വിജയിക്കുന്നത്. എന്ത് A ക്ലാസ് മണ്ഡലം എന്നാ നിങ്ങൾ പറയുന്നത്? എവിടുന്നാ A ക്ലാസ് മണ്ഡലം? ഇനി ഈ മാധ്യമങ്ങളോട് ഞാൻ പറയാ, നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്? ഈ കഴിഞ്ഞ SIR കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ വെട്ടിമാറ്റപ്പെട്ട ഒരു മണ്ഡലത്തിൽ ഒന്നാണ് പാലക്കാട്. അതെങ്ങനെ സംഭവിച്ചു? അതും നിങ്ങൾ നോക്കണം. BJP-യുടെ ശക്തി കേന്ദ്രങ്ങളിൽ എന്ന് മാധ്യമങ്ങൾ പറയുന്ന ബൂത്തുകളിൽ നിന്നാണ് ഇത്തരത്തിൽ പകുതിയിലേറെ വോട്ടും വെട്ടിമാറ്റിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു A ക്ലാസ് മണ്ഡലവും ഇല്ലാന്നേ. കേരളത്തില് ഈ BJP-ക്ക് ഒരു മയിലും പുടുങ്ങാൻ കഴിയില്ല. പിന്നെ ഉണ്ടാക്കുന്നത് അത്രയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, SIR കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഓരോ ബൂത്തിലും 300-400 വോട്ടുകളാ പാലക്കാട് വെട്ടിമാറ്റിയത് ഈ പറയുന്ന വടക്കാന്തറ, മൂക്കാന്തറ എന്നൊക്കെ പറയുന്ന ഇടങ്ങളിൽ നിന്ന്. മനസ്സിലാക്കണം. ആ ആളുകളൊക്കെ, ഈ പറയുന്ന വെട്ടിമാറ്റപ്പെട്ട ആളുകളൊക്കെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരുമാ. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണല്ലോ ഈ പറയുന്ന SIR-ന്റെ ഈ കരട് പട്ടികയും അതിൻ്റെ ലിസ്റ്റും വരുന്നത്. ആ ലിസ്റ്റ് വന്നപ്പോൾ അവസാനം വെട്ടിമാറ്റിയ ആളുകൾ ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതാ. വടക്കാന്തറയിൽ, മൂക്കാന്തറയിൽ BJP ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന ഇടങ്ങളിൽ. ഇത് തന്നെയാണ് ഈ തൃശ്ശൂരിലും സംഭവിച്ചത്. തൃശ്ശൂരിൽ ഓരോ വോട്ടുകളിൽ നിന്ന്, ഓരോ ബൂത്തുകളിൽ നിന്നും വെട്ടിമാറ്റപ്പെട്ടത് 400-ഉം 500-ഉം 550-ഉം എന്ന് പറഞ്ഞാൽ 50-ഉം 55-ഉം 60-ഉം% വോട്ടുകളാ.
എങ്ങനെ വെട്ടിമാറ്റപ്പെട്ടു? ആ ആളുകളെ ഒന്നും BLOമാർക്ക് കണ്ടെത്താൻ പോലും കഴിയാതെ. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ കള്ള വോട്ട് ചോരി നടത്തിയിട്ടാണ് ഈ പറയുന്ന തൃശ്ശൂരിലെ വിജയം ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു A ക്ലാസ് മണ്ഡലവും ഇല്ല, ഒരു മാങ്ങാത്തൊലിയുമില്ല. അത് UDFന്റെ കോട്ടയാണ് പാലക്കാട് എന്ന് പറയുന്നത്. അവിടെ നിന്ന് നിങ്ങൾ നോക്കിക്കോ, രമേശ് പിഷാരടി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറും. ആ തിരിച്ചറിവ് അല്ലെങ്കിൽ ആ ബോധ്യം, അത് തന്നെയാണ് സംഘ് പരിവാറിന് ഇത്രയധികം പണം വിതരണം ചെയ്തിട്ടെങ്കിലും, ഇനിയല്ല സാരി കിറ്റ് എന്താണെങ്കിലും എന്തെങ്കിലും വിതരണം ചെയ്തിട്ട് കൂടുതൽ വോട്ടുകൾ ഉണ്ടാക്കാൻ അവരെ പ്രേരിപ്പിച്ചത് ഘടകമെന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ത്രീ എന്ന് വിളിക്കാൻ പറ്റില്ല, കാരണം ഇതിനൊക്കെ സ്ത്രീ എന്ന് വിളിച്ചതിൻ്റെ നമ്മളെ വീട്ടിലുള്ള സ്ത്രീകൾക്കും കേരളത്തിലുള്ള മറ്റു സ്ത്രീകൾക്കും അപമാന. അങ്ങനെ സ്ത്രീ എന്നൊന്നും വിളിക്കാൻ പറ്റൂല ഇതിനെ. ഇതൊക്കെ ഏത് കൂട്ടത്തിലാണെന്നറിയോ? മറ്റേ പണ്ട് കഷായം കൊടുത്തിട്ട് കാമുകനെ കൊന്ന ടീമുണ്ടല്ലോ, ആ കൂട്ടത്തിൽ പെടുത്താവുന്ന ഫ്രോഡാണ് ഇതൊക്കെ. ശോഭാ സുരേന്ദ്രനൊക്കെ, ആ ശോഭാ സുരേന്ദ്രനെയൊക്കെ പാലക്കാടിന്റെ പ്രബുദ്ധരായ ജനം പുറങ്കാല് കൊണ്ട് ചവിട്ടി തെറിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. ഞാൻ ഇന്ന് ഈ പറയുന്നത് നിങ്ങൾ എഴുതി വെച്ചോ. മെയ് 4 റിസൾട്ട് എണ്ണിക്കഴിയുമ്പോൾ ശോഭാ സുരേന്ദ്രനൊന്നും പാലക്കാടിന്റെ മണ്ണിൽ ഉണ്ടാവില്ല. അവിടെ ത്രിവർണ്ണ പതാക വാനിൽ ഉയർന്ന് പറക്കും രമേശ് പിഷാരടിക്ക് വേണ്ടിയിട്ട്. പാലക്കാട് നിന്ന് വിജയിച്ച് കയറുന്നത് രമേശ് പിഷാരടി ആയിരിക്കും. ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട ആ കാര്യം. ഈ പറയുന്നത് പോലെ BJPയുടെ ഈ പണവും കിറ്റും സാരിയും ഒക്കെ വിതരണം പാലക്കാട് മാത്രമല്ല നടന്നിരിക്കുന്നത്. തൃശ്ശൂരിലെ വിവിധ മണ്ഡലങ്ങളിൽ, തിരുവനന്തപുരത്തെ വിവിധ മണ്ഡലങ്ങളിൽ, മഞ്ചേശ്വരത്തെ മണ്ഡലങ്ങളിൽ, കാസർകോട്ടിന്റെ മണ്ഡലങ്ങളിൽ ഒക്കെ വിവിധ ഇടങ്ങളിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാ, ഇപ്പൊ ശോഭ പറയുന്നത് എന്താ എനിക്ക് ആ സ്ത്രീയെ അറിയില്ലെന്ന്. ഇപ്പോ ശോഭയുടെ കൂടെ ആ വൈറ്റ് ഡ്രസ് ഇട്ട ആ യുവതി, ആ സ്ത്രീ ശോഭയുടെ കൂടെ അതേ കാറിൽ സഞ്ചരിക്കുന്നതിന് ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ സ്ത്രീയുമായിട്ട് പാലക്കാട്ടെ BJP ഓഫീസിൽ വെച്ച് ശോഭയുടെ കൂടെയുള്ള ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. എത്രയൊക്കെ കളവ് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഒരു കാര്യം, മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയോ മാധ്യമങ്ങളിലൂടെ വരുന്ന പ്രതികരണങ്ങൾക്ക് അപ്പുറം കേരളത്തിൻ്റെ സമൂഹത്തിന് ഒരു പ്രബുദ്ധതയുണ്ട്. അവർക്ക് ചില തിരിച്ചറിവുകളുണ്ട്. ഇത് തീട്ടം കണ്ടാലും ചോറ് കണ്ടാലും മനസ്സിലാക്കാൻ കഴിയുന്ന തിരിച്ചറിവും വിവേകവും കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്കുണ്ട്. ഇപ്പം അവിടെ കൊണ്ടുപോയി കൊടുത്തത് വോട്ടിന് വേണ്ടിയുള്ള പണമല്ല എന്നൊന്നും പറഞ്ഞാലൊന്നും ഈ ജനത്തിന് അത് തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ശോഭയുടെ പടവും കട്ടയും തെരഞ്ഞെടുപ്പിന് മുമ്പേ മടങ്ങി. എന്താണെങ്കിലും ആ UDFന്റെ പ്രവർത്തകർക്ക് വലിയ ഒരു അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. കാരണം കൃത്യമായ തെളിവുകളോടുകൂടി, കൃത്യമായ ദൃശ്യങ്ങളോടുകൂടി, വെറും ആരോപണമല്ലാതെ കൃത്യമായ തെളിവുകൾ. ശോഭാ സുരേന്ദ്രനും ഈ പൈസ കൊടുക്കുന്ന ആളും ഒരേ വാഹനത്തിൽ സഞ്ചരിക്കുന്നു. ഈ വ്യക്തി പോയിട്ട് പണം കൊടുക്കുന്നു, തിരിച്ചു വരുന്നു. എല്ലാം വളരെ കൃത്യമായിട്ട് ആ കൊടുത്ത പണമടക്കം അവരുടെ കയ്യിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ആ UDFന്റെ പ്രവർത്തകർക്ക് വലിയ ഒരു അഭിനന്ദനമുണ്ട്. രാഹുൽ മാങ്കൂട്ടമാണ് ഈ ദൃശ്യങ്ങൾ ഏറ്റവും ആദ്യം പുറത്തേക്ക് വിടുന്നത്. രാഹുൽ മാങ്കൂട്ടമാണ് ഇതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് വളരെ കൃത്യമായിട്ട്. എന്നിട്ട് കള്ളത്തരം പിടിക്കപ്പെടുമ്പോൾ ഈ UDFന്റെ പ്രവർത്തകരെ മോന്തയടിച്ച് പൊളിക്കുമെന്നൊക്കെ ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ടെങ്കിൽ, ശോഭേ ഒരു കാര്യം പറഞ്ഞേക്കാം, ആയുസ് ഒടുങ്ങാതെ ഇനിയും ജീവിക്കണമെന്നുണ്ടെങ്കിൽ മാനവും മര്യാദക്കും ജീവിച്ചു പോയിക്കോ. ഭീഷണിയൊന്നും ഇങ്ങോട്ട് വേണ്ട. തലയടിച്ച് പൊട്ടിക്കാനും മോന്തയടിച്ച് പൊട്ടിക്കാനും ഒക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോകുന്നത് അടിച്ച് പൊളിച്ച തലയുമായിട്ടായിരിക്കും എന്നുള്ള ഓർമ്മ കൂടി സംഘ് പരിവാറുകാരനുണ്ടായിക്കോ. മനസ്സിലായില്ലേ? അമ്മാതിരി വിരട്ടലും ഭീഷണിയൊന്നും ഈ മണ്ണില് വില പോകില്ല. ഈ മണ്ണ് സംഘ് പരിവാറിനെ ഉൾക്കൊള്ളില്ല. ഈ ജനത എന്ന് പറയുന്നത് മതേതരത്വ മണ്ണിന്റെ അജയ്യമായ കോട്ടയാണ് പാലക്കാട്. ആ പാലക്കാട്ടിലെ ജനങ്ങളെയാണ് നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധതയാണ് നിങ്ങൾ 500ന്റെ നോട്ടുകൾക്ക് പകരം വാങ്ങാൻ ശ്രമിച്ചത്. നിങ്ങൾ എത്രയൊക്കെ ശ്രമങ്ങൾ നടത്തിയാലും പാലക്കാടിന്റെ രാഷ്ട്രീയ ബോധത്തെ വിലക്ക് വാങ്ങാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. നിങ്ങളെ കൊണ്ടെന്നല്ല, നിങ്ങളുടെ തലതൊട്ടപ്പൻ നരേന്ദ്രമോദിയെ കൊണ്ട് പോലും സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട.